ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഫുഡിൻ്റെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കണത്. ആരും സ്കിപ്പിക്കല്ലേ, ഞാൻ വേഗം പറഞ്ഞ് വേഗം തന്നെ പോയിക്കോളാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പഠനം അനുസരിച്ച് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 30 വയസ്സിന് ശേഷം 39-നും 30-നും ഇടയിലുള്ള ആണുങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം അൺഹെൽത്തി ഫുഡാണ്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസാണ് അതിന് പ്രശ്നമായിരിക്കുന്നത്. കൂടുതൽ അധികം പേരും മരിച്ചിരിക്കുന്നത് ഹൃദയാഘാതം സംബന്ധിച്ചിട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർക്ക് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിക്കാതെ കിടക്കുന്ന ഫുഡ്സ്, ഇറച്ചി പോലുള്ള ദഹിക്കാതെ കിടക്കുന്ന ഫുഡുകളാണ്. എണ്ണയിലൊക്കെ പൊരിച്ചിരിക്കുന്ന ദഹിക്കാതെ കിടക്കുന്ന ഫുഡുകളാണ്. അതുപോലെ തന്നെ ഇവര് മരിച്ചിരിക്കുന്ന രാത്രി 10 മണിക്ക് ശേഷമാണ്. കാരണം എന്താ, ഫുഡ് കഴിച്ച് ചടപടാൻ പറഞ്ഞ് ഓടി പോയി കിടക്കുകയാണ് വേഗം ഫോണിൽ നോക്കിയിട്ട്. അവരുടെ ശരീരത്തിന് അവരൊരു ആക്ടിവിറ്റി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഡയറക്ട്ലി ബോഡിക്ക് പറ്റുന്നില്ല. ബോഡി വീക്കാവും, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് പമ്പിങ് എവിടെ പിടിക്കും, ആള് തട്ടിപ്പോവാണ്. ഹൃദയാഘാതം മൂലം തട്ടിപ്പോവാ. നേരം വെളുക്കുമ്പോഴാണ് അറിയുന്നത് ആള് മരിച്ചുപോയി. നമ്മളെല്ലാരും പറയും രാത്രി കിടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായാലും ഇന്ന് കൂടി എന്നോട് സംസാരിച്ചു. കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മള് ഉള്ള ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ച് നമ്മുടെ ഹെൽത്ത് കളയല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയേക്കുന്നത് നമ്മുടെ ടൈം മാത്രമാണ്. അതുള്ള ടൈം അവരുടെ കൂടെ നമ്മൾ നല്ലപോലെ ജീവിക്കാൻ നോക്കുക. മതിമറന്ന് എൻജോയ് ചെയ്യല്ല, ആവശ്യത്തിന് എൻജോയ് ചെയ്ത് ജീവിക്കാം. കയ്യിൽ കുറച്ച് പോക്കറ്റ് മണിയും കൂടെ നടക്കാൻ ഫ്രണ്ട്സും ഒരു ബൈക്കോ ഒരു കാറോ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ആ ഒരു തോട്ടല്ല എല്ലാം വേണം വേണ്ട എന്നല്ല പറയുന്നത്. എല്ലാം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. പക്ഷെ ആണുങ്ങളിലാണ് ഈ ഒരു ഫുഡിന്റെ പ്രവണത കൂടുതൽ കാണുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ പാർട്ട്ണറിനും നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന പേര് ചുറ്റിനുണ്ട്, നമ്മളാരും കാണുന്നില്ല എന്നുള്ളൂ. അവർക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ടൈം മാത്രമാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. സത്യമായ കാര്യമാണ്. ഇതാ ഈ ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് ചീത്താക്കല്ലേ, ഹെൽത്ത് ചീത്താക്കല്ലേ. എല്ലാം ടേസ്റ്റ് ചെയ്യുക, പക്ഷെ എല്ലാം കുറേശ്ശെ ആക്കുക. ശരീരത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.